വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ്. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ 3rd യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, 3rd യൂണിറ്റിൽ മൊത്തം 3 ചാപ്റ്റേഴ്സാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. യൂണിറ്റ് 3 നെയിം ഓഫ് ദ യൂണിറ്റിൻ്റെ പേര് ലോ ഓഫ് വാല്യൂസ്. മൂല്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മാനുഷിക മൂല്യങ്ങളെ പറ്റിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. 3 ചാപ്റ്റേഴ്സ്. ഫസ്റ്റ് 2 പ്രോസ് ആണ്, പിന്നെ ഒരെണ്ണം വരുന്നത് പോയം. അതിൽ പ്രോസ് 2 വരുന്നത് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. ഇതൊരു അനക്ഡോട്ടാണ്. ദ അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ ഒരു സംഭവ കഥ. ഓക്കെ, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് അതൊരു സംഭവ കഥയാണ്. പിന്നെ വരുന്നത് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി, അതൊരു സ്പീച്ചാണ്. ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. പിന്നെ പഠിക്കാനുള്ളത് ഒരു പോയമാണ്, ദ ബല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ദ ബല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. അങ്ങനെ 3 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ഫ്രം യൂണിറ്റ് 3, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് A.J. ക്രോണിൻ എന്ന സ്കോട്ടിഷ് നോവലിസ്റ്റാണ്. നമുക്ക് ആദ്യം ഈ റൈറ്ററിനെ ഒന്ന് പരിചയപ്പെടാം, പിന്നെ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. നോവലിസ്റ്റിൻ്റെ പ്രൊഫൈൽ ഒന്ന് നോക്കുക. A.J. ക്രോണിൻ, ആർക്കിബാൾഡ് ജോസഫ് ക്രോണിൻ, അതാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. ഹി വാസ് MD DPH MRCP. സോ എന്താ മനസ്സിലാവുന്നത്? ഹി വാസ് എ ഡോക്ടർ ഓൾസോ. അദ്ദേഹം ഒരു ഡോക്ടർ കൂടിയായിരുന്നു. born in 1896 and died in 1981. He was a Scottish novelist and a physician. സ്കോട്ടിഷ് നോവലിസ്റ്റുമായിരുന്നു, അതോടൊപ്പം അദ്ദേഹം ഒരു ഫിസിഷ്യൻ, ഒരു ഡോക്ടറും കൂടി ആയിരുന്നു. ഹിസ് കരിയർ ആസ് എ നോവലിസ്റ്റ് സ്റ്റാർട്ടഡ് ഇൻ 1930. അദ്ദേഹത്തിൻ്റെ നോവലിസ്റ്റ് എന്നുള്ള ആ കരിയർ അല്ലെങ്കിൽ നോവലെഴുത്ത് സ്റ്റാർട്ട് ചെയ്തത് 1930 ആണ്. അതിന് കാരണം വെൻ ഹി വാസ് ഡെസിഗ്നേറ്റഡ് വിത്ത് എ ക്രോണിക് അൾസർ ആൻഡ് വാസ് കമ്പൽഡ് ടു ടേക്ക് 6 months കംപ്ലീറ്റ് അറസ്റ്റ്. അദ്ദേഹത്തിന് ക്രോണിക് അൾസർ പിടിപെട്ട് ഒരു 6 മാസം അദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കേണ്ട വന്നു. അദ്ദേഹത്തിൻ്റെ ഡോക്ടർ എന്ന കരിയറിൽ നിന്നും റെസ്റ്റ് എടുക്കേണ്ടി വന്നു. ആ സമയത്താണ് അദ്ദേഹം നോവൽ എഴുതാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. During this time, he was able to indulge in his lifelong desire to write a novel, having previously written nothing but prescriptions and scientific papers. അതോടെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം, ഒരിക്കലും പ്രിസ്ക്രിപ്ഷൻസ്, അതായത് മെഡിസിനൽ പ്രിസ്ക്രിപ്ഷൻസോ അല്ലെങ്കിൽ സയൻറ്റിഫിക് പേപ്പേഴ്സോ അല്ല അദ്ദേഹം എഴുതേണ്ടത്. പിന്നെ അതിലൊക്കെ ഉപരി ലൈഫ് ലോങ് ഡിസൈർ ടു റൈറ്റ് എ നോവൽ, അദ്ദേഹത്തിൻ്റെ ഇനി ഉള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഒരു നോവൽ എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു റൈറ്ററായിട്ട് മാറാനാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ഹിസ് ഫസ്റ്റ് നോവൽ വാസ് ഹാറ്റേഴ്സ് കാസിൽ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവല് ഹാറ്റേഴ്സ് കാസിൽ. ആൻഡ് ദ മോസ്റ്റ് പോപ്പുലർ ബീയിങ് ദ സിറ്റാഡൽ എന്ന് പറയുന്ന നോവലും വളരെ ഫേമസ് ആണ്. മെനി ഓഫ് ഹിസ് സ്റ്റോറീസ് ഹാവ് ബീൻ അഡാപ്റ്റഡ് ടു ഹോളിവുഡ് മൂവീസ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥകൾ ഹോളിവുഡ് മൂവീസിലായിട്ട് മാറിയിട്ടുമുണ്ട്. അതാണ് A.J. ക്രോണിൻ അല്ലെങ്കിൽ ആർക്കിബാൾഡ് ജോസഫ് ക്രോണിൻ എന്ന് പറയും എന്ന വ്യക്തി. ഇവിടെ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഫൈൻഡ് ഔട്ട് ഹൗ ദ ഓതേഴ്സ് ആക്ട് ഓഫ് കൈൻഡ്നെസ് ട്രാൻസ്ഫോംഡ് എ മാൻസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കൈൻഡ്നെസ് അല്ലെങ്കിൽ ഒരു ദയ എന്ന് പറയുന്ന ആ ഒരു മാനുഷിക മൂല്യം
മറ്റൊരു മനുഷ്യൻ്റെ ലൈഫ് ചേഞ്ചായത്, ആ ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ കൈൻഡ്നെസ് മൂലം മറ്റൊരു മനുഷ്യൻ്റെ ജീവിതം തന്നെ ആകെ മാറിയ ഒരു ചാപ്റ്റർ, ഒരു സംഭവമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് ആൻ അനക്ഡോട്ട്, ഒരു സംഭവ കഥയാണ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടന്നാലോ? ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. ഫസ്റ്റ് പാരഗ്രാഫ് നോക്കുക. On the second day, out from New York, while making the round of the promenade deck, I suddenly became aware that one of the passengers was watching me closely, following me with his gaze every time I passed. I wanted to rest to avoid the tedium of casual and importunate shipboard contact. I gave no sign of having noticed the man. So, നോക്കുക. On the second day out from New York. So, while making the round of the promenade deck, then ന്യൂയോർക്കിലെ രണ്ടാമത്തെ ദിവസം, while making the round of the promenade deck. Promenade means പബ്ലിക് പ്ലേസ് ഫോർ വാക്കിംഗ്. ഓക്കെ, അതായത് എല്ലാവരും നടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലം. പ്രോമനേഡ് ഡെക്ക് മീൻസ് ഒരു ബാൽക്കണി. സോ ദീസ് റൈറ്റർ അല്ലെങ്കിൽ അദ്ദേഹം ഒരു വിശ്രമിക്കാൻ എന്ന രീതിയിൽ അവിടെ നടക്കുന്നു. I suddenly became aware that one of the passengers was watching me closely. ദെൻ രണ്ടാമത്തെ ദിവസം, ന്യൂയോർക്കിലെ രണ്ടാമത്തെ ദിവസം അദ്ദേഹം ബാൽക്കണിയിലൂടെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു പാസഞ്ചർ, അവിടെയുള്ള ഒരു പാസഞ്ചർ അദ്ദേഹത്തിനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. വാച്ചിങ് മീ ക്ലോസ്ലി, അദ്ദേഹത്തിനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഫോളോയിങ് മീ വിത്ത് ഹിസ് ഗേസ് എവറി ടൈം ഐ പാസ്ഡ്. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിനെ തന്നെ തുറിച്ച് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. വിത്ത് ഹിസ് ഗേസ്, ഗേസ് മീൻസ് തുറിച്ച് നോക്കുക, അദ്ദേഹത്തിനെ തന്നെ തുറിച്ച് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഐ വാണ്ടഡ് ടു റെസ്റ്റ് ടു അവോയ്ഡ് ദ ടേഡിയം ഓഫ് കാഷ്വൽ. സോ ഹിയർ ഈ റൈറ്ററിന് അദ്ദേഹത്തിന് വാണ്ടഡ് ടു ടേക്ക് റെസ്റ്റ്, അദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കണം. ടു അവോയ്ഡ് ദ ടേഡിയം, ടേഡിയം എന്ന് പറഞ്ഞാൽ ക്ഷീണം. ഓക്കെ, ടയേർഡ്നെസ്, അദ്ദേഹത്തിൻ്റെ ആ ക്ഷീണം ഒന്ന് മാറ്റുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കുറച്ച് റെസ്റ്റ് എടുക്കണം. ആൻഡ് ഇമ്പോർട്ടുനേറ്റ് ഷിപ്പ് ബോർഡ് കോണ്ടാക്ട്. ഇമ്പോർട്ടുനേറ്റ് മീൻസ് ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള, ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള ആ ഷിപ്പ് ബോർഡിലെ കോണ്ടാക്റ്റിൽ നിന്നുമൊക്കെ അദ്ദേഹത്തിന് കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ബാൽക്കണിയിലൂടെ ഉലാത്തുന്നത്. ഐ ഗേവ് നോ സൈൻ ഓഫ് ഹാവിങ് നോട്ടീസ്ഡ് ദ മാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ നോക്കുന്ന ആൾക്ക് ഒരു രീതിയിലുള്ള സിഗ്നലും കൊടുത്തില്ല. കാരണം അദ്ദേഹത്തിന് കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കണം. അതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫ് നോക്കുക. Yet there was nothing importunate about him. On the contrary, he seemed affected by a troubled, rather touching diffidence. He was in his early 40s, rather short in build, with a fair complexion and clear blue eyes. His thin hair had begun to recede from his forehead. His dark suit, sober tie, and rimless spectacles gave evidence of a serious and reserved disposition. At this point, the bugle sounded for dinner, and I went below. Okay? Yet there was nothing importunate about him. പക്ഷേ അദ്ദേഹത്തിനെ ഇതൊന്നും ശല്യപ്പെടുത്തുന്നില്ല. ആ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളെ ഇതൊന്നും ശല്യപ്പെടുത്തുന്നില്ല. ഓൺ ദ കോൺട്രറി, മറിച്ച് ഹി സീംഡ് അഫക്റ്റഡ് ബൈ എ ട്രബിൾഡ് റാദർ ടച്ചിങ് ഡിഫിഡൻസ്. അദ്ദേഹത്തിനെ ഈ തിരക്കോ ബഹളങ്ങളോ ഒന്നും ശല്യപ്പെടുത്തുന്നില്ല. അതിനു പകരം ഹീ സീംഡ് അഫക്റ്റഡ് ബൈ എ ട്രബിൾ. അദ്ദേഹത്തിനെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, അദ്ദേഹത്തിന് എന്തോ ഒരു ട്രബിൾ, എന്തോ ഒരു
lack of confidence rather touching diffidence means lack of confidence. അദ്ദേഹത്തിന് എന്തോ ഒരു ശുഭാപ്തി വിശ്വാസം ഇല്ലാത്ത രീതിയിൽ നമുക്ക് അദ്ദേഹത്തിനെ നോക്കുമ്പോൾ എന്തോ ഒരു കൺഫ്യൂഷൻ അദ്ദേഹത്തിനെ നോക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നു ഈ റൈറ്ററിന്. He was in his early 40s, rather short in build. സോ അദ്ദേഹത്തിന് ഏകദേശം ഒരു 40 വയസ്സുണ്ടാവും. അതുപോലെ തന്നെ ഷോർട്ട് ഇൻ ബിൽഡ്, പൊക്കം വളരെ കുറവാണ്. വിത്ത് എ ഫെയർ കോംപ്ലക്ഷൻ, നോർമലായിട്ടുള്ള ഒരു കളറ്. ആൻഡ് ക്ലിയർ ബ്ലൂ ഐസ്, ഒരു നീല കളറുള്ള കണ്ണുകൾ. ഹിസ് തിൻ ഹെയർ ഹാഡ് ബിഗൺ ടു അറൈസേഡ് മീൻസ് സ്റ്റോപ്പ് ഗ്രോയിങ്, അതായത് വളർച്ച മുരടിക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ തലമുടിയുടെ വളർച്ച നിന്നിട്ട് ഫ്രം ഹിസ് ഫോർഹെഡ്, നെറ്റിയുടെ അവിടെ നിന്നുള്ള വളർച്ച നിന്നിട്ട് എന്താ പറയുക, കഷണ്ടി കയറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. ഹിസ് ഡാർക്ക് സ്യൂട്ട്, ഒരു ഡാർക്ക് സ്യൂട്ടാണ് ഇട്ടിരിക്കുന്നത്. സോബർ ടൈ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ അല്ലെങ്കിൽ നോട്ട് ബ്രൈറ്റ് ഇൻ കളർ, ഒരു ലൈറ്റ് കളറുള്ള ടൈ ആണ് ധരിച്ചിരിക്കുന്നത്. ആൻഡ് റിംലെസ് സ്പെക്ടക്കിൾസ് എന്ന് പറഞ്ഞാൽ ഫ്രെയിം ഇല്ലാത്ത കണ്ണട. ടോട്ടലായിട്ട് ഗേവ് എവിഡൻസ് ഓഫ് എ സീരിയസ് ആൻഡ് റിസർവ്ഡ് ഡിസ്പൊസിഷൻ. ഇൻ ടോട്ടൽ അദ്ദേഹത്തിനെ കാണുമ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് നമുക്ക് തോന്നും. ആൻഡ് റിസർവ്ഡ് ഡിസ്പൊസിഷൻ, അതായത് ഒരു നോർമൽ ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിത്വമായിട്ട് അദ്ദേഹത്തിന് നമുക്ക് തോന്നും. അറ്റ് ദിസ് പോയിൻറ്റ് ദ ബഗിൾ സൗണ്ടഡ് ഫോർ ഡിന്നർ ആൻഡ് ഐ വെൻറ്റ് ബിലോ. അദ്ദേഹത്തിന് ഇത്രയുമൊക്കെ റൈറ്റർ നോക്കി അദ്ദേഹത്തിനെ പറ്റി ഒന്ന് വിലയിരുത്തി കഴിഞ്ഞു. ആ സമയത്ത് ഡിന്നറിനുള്ള ദ ബഗിൾ സൗണ്ടഡ് ഫോർ ഡിന്നറിനുള്ള ബെല്ല് കേട്ടു. ആൻഡ് ഐ വെൻറ്റ് ബിലോ. സോ അദ്ദേഹം താഴേക്ക് ഇറങ്ങിപ്പോയി.